കോൺഗ്രസ് അവണിശ്ശേരി മണ്ഡലം കമ്മിറ്റി രാഷ്ട്രീയ വിശദീകരണ യോഗം ചേർന്നു. ആനക്കല്ല് സെന്ററിൽ നടന്ന യോഗം കെപിസിസി വക്താവ് സന്ദീപ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. എന്തായാലും കേന്ദ്രമന്ത്രി ദത്തെടുത്ത പഞ്ചായത്ത് എന്നുള്ള നിലയ്ക്ക് ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത്, അങ്ങയുടെ MP ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവണിശ്ശേരിയിൽ ആദ്യമായിട്ട് ആരംഭിക്കേണ്ടത് അങ്ങേക്ക് കൃഷ്ണ എഴുത്തച്ഛനോടും അതുപോലെ തന്നെ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ഗാന്ധിയൻ മൂല്യങ്ങളോടും ഏതെങ്കിലും തരത്തിൽ ബഹുമാനവും പ്രതിപത്തിയും ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിക്കും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിനും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിന് കൂടി ഗുണം കിട്ടുന്ന ഒരു ഗാന്ധിയൻ ആശയം ഞാൻ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലേക്ക് സമർപ്പിക്കുകയാണ്. ഇവിടുത്തെ BJP-കാരുണ്ടെങ്കിൽ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കണം. അവണിശ്ശേരിയിൽ ആദ്യമായി നിങ്ങൾ തുടങ്ങേണ്ടത് ഒരു ഡി അഡിക്ഷൻ സെന്ററാണ്. ലഹരിയിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കാൻ, പ്രത്യേകിച്ച് നിങ്ങളുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയെ മോചിപ്പിക്കാൻ ഒരു ഡി അഡിക്ഷൻ സെന്ററാണ് അവണിശ്ശേരിയിൽ ആദ്യമായി തുടങ്ങേണ്ടത്. അദ്ദേഹത്തെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജില്ലയുടെ മറ്റ് സ്ഥലങ്ങളിൽ, കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ കൊണ്ടുപോയി ചികിത്സിക്കാൻ പാർട്ടിക്ക് അത് ബുദ്ധിമുട്ടാകും. അവണിശ്ശേരിക്കാർ കാണണ്ട എന്ന് കരുതിയിട്ടാണെന്ന് തോന്നുന്നു ചികിത്സിക്കാൻ വേണ്ടി എപ്പോഴും പുറത്തോട്ട് കൊണ്ടുപോകണം. പാർട്ടി ഓഫീസിലേക്ക് അകത്തോട്ട് കയറുന്നതിന് മുൻപും പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാലും രണ്ടെണ്ണം അടിച്ചാൽ മാത്രം ഉറച്ചു നിൽക്കാൻ കഴിയുന്ന ആ ജില്ലാ ജനറൽ സെക്രട്ടറിയെ ചികിത്സിക്കാൻ ആവശ്യമായ ഒരു ഡി അഡിക്ഷൻ സെന്റർ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി അടിയന്തരമായി അവണിശ്ശേരിയിൽ തുടങ്ങണം എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് ആമുഖമായി അഭ്യർത്ഥിക്കാനുള്ളത്. പ്രിയൻ പെരിഞ്ചേരി അധ്യക്ഷത വഹിച്ചു. വികസന പ്രവർത്തനങ്ങളിൽ ചുക്കാൻ പഠിച്ച നമ്മുടെ VR കൃഷ്ണഎഴുത്തച്ഛന്റെ 21ാം ജന്മവാർഷിക ചരമദിനമാണ് ഈ കഴിഞ്ഞ 13-ാം തീയതി നടന്നത്. അതിന്റെ കോലാഹലങ്ങളും അതിന്റെ എല്ലാ പരിപാടികളും നമ്മളെല്ലാവരും കണ്ടതാണ്. ഈ കഴിഞ്ഞ 20 വർഷവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പല മണ്ഡല പ്രസിഡന്റുമാരും ഞാനടക്കമുള്ളവർ ഈ അവണിശ്ശേരി സെന്ററിലും മറ്റു പല ഭാഗങ്ങളിലും പാർട്ടി ഓഫീസിലും വെച്ച് നമ്മൾ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനം നടത്താറുണ്ട്. അന്നൊന്നും നമ്മുടെ സ്വാഗത പ്രസംഗം പറഞ്ഞ പോലെ അന്നൊന്നും ഒരു BJP-കാരനും VR-നെ ഓർമ്മ വന്നിട്ടില്ല. അതുപോട്ടെ ജയഗോവിന്ദനും അവരുടെ കുടുംബവും 5 or 6 വർഷങ്ങളായി BJP-യിൽ ചേർന്നിട്ട്, എന്നിട്ട് അവസാനത്തെ 1-2 തവണ മാത്രമാണ് അവർ ചെറിയൊരു കലാപരിപാടി പോലെ VR-നെ അവഹേളിക്കുന്ന രീതിയിൽ അവിടെ ഒരു പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. DCC സെക്രട്ടറി ശോഭ സുബിൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ്, KP അനൂപ, VI ജോൺസൺ, MP ശ്രീജിത്ത്, റോസിലി ജോയ്, ജോയ് പയ്യപ്പള്ളി, രശ്മി ബൈജു, അഖിൽ നടുവത്ത്, MR രാമകൃഷ്ണൻ, CK നന്ദകുമാർ, രാജൻ നടുവിൽ, AG ദിലീപ് കുമാർ, AB അനീഷ്, NR ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു.